ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നുമില്ല. അതെ, വർഷമോക്കും അമ്മയ്ക്കും ചെറിയൊരു ആക്സിഡന്റ് വന്ന്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെന്താ പറ്റിയ? മോനെ, ഏത് ഹോസ്പിറ്റലിലാ? ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഈശ്വര, സിറ്റി ഹോസ്പിറ്റലിലാ. അവൾ ഈ വിവരം സകല ക്ഷുദ്രജീവികളെയും വിളിച്ചറിയിക്കാം. ആശുപത്രിയിലേക്ക് ഒരു പടപ്പുറപ്പാട് തന്നെ ഉണ്ടാവും. വന്ദനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷയും മുത്തശ്ശിയൊക്കെ. അവർക്ക് ആപത്തുണ്ടായാൽ അവൾ സഹിക്കില്ല. രഹസ്യങ്ങൾ മണത്തു പിടിക്കാൻ പ്രത്യേക കഴിവാ വന്ദനയ്ക്ക്. എല്ലാം ചളമാവുന്ന ലക്ഷണമുണ്ടല്ലോ. എന്തു പറ്റി? ഈ ആശുപത്രി തന്നെ വന്ദനയുടെ കൂട്ടുകാരി ഒരു നേഴ്സുണ്ട്. അവര് വിളിച്ചു പറഞ്ഞിട്ടാ വർഷയും അച്ഛമ്മയും അഡ്മിറ്റ് ആയെന്നറിഞ്ഞത്. എന്തു പറ്റി? പുറത്തുനിന്ന് ഫോണിലൂടെ ഒരു കക്ഷിയായിട്ട് ഞാൻ ബിസിനസ് ഡീൽ സംസാരിക്കുമായിരുന്നു. പെട്ടെന്നാണ് മുത്തശ്ശിയുടെ നിലവിളി കേട്ടത്. ഞാൻ വന്ന് നോക്കുമ്പോ തറയിൽ ബോധം കെട്ടി കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടത്. മുത്തശ്ശി എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ നോക്കിയപ്പോഴാ സ്റ്റെപ്പിന് താഴെ ബോധമറ്റ അവസ്ഥയിൽ വർഷയെ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വിക്രമിനെ പോലുള്ള ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിൽ കയറി ഇത്തരം സാഹസം ചെയ്യാൻ പെട്ടെന്നാരും ധൈര്യപ്പെടില്ല. മോഷ്ടാക്കളൊന്നും ആവാനും സാധ്യതയില്ല. ആ സ്ഥിതിക്ക് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അച്ചമ്മയ്ക്കോ വന്ദനയ്ക്കോ ബോധം തെളിഞ്ഞാലേ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയുള്ളൂ. ഞാൻ എന്തായാലും അച്ഛനൊന്ന് വിളിച്ച് വിവരം അറിയിക്കട്ടെ. മോഡം നോക്കൂ.
ഈ സമയത്ത് ജഗനന്ദനെ വിളിക്കുന്ന ഹലോ മോനെ, എന്താ ഈ നേരത്ത്? അച്ഛാ, കേൾക്കുമ്പോൾ അച്ഛൻ ടെൻഷൻ ആവരുത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഏ അത് മുത്തശ്ശിയും വർഷയും ആശുപത്രിയിലാ. അയ്യോ, ആശുപത്രിയിലോ? എന്തു പറ്റി മോനെ? ഒരു ചെറിയ ആക്സിഡന്റ്. ഏ പേടിക്കണ്ട, സീരിയസ് ആയിട്ടൊന്നുമില്ല. എന്താ മധുവേട്ട? ഏ ഒന്നുമില്ല. അതെ, വർഷമോക്കും അമ്മയ്ക്കും ചെറിയൊരു ആക്സിഡന്റ് വന്ന്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെന്താ പറ്റിയ? മോനെ, ഏത് ഹോസ്പിറ്റലിലാ? ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഈശ്വര, ആ, സിറ്റി ഹോസ്പിറ്റലിലാ. ആ ദേവി, എന്റെ വെളിപ്പുറത്തമ്മ, എന്റെ വർഷമോൾക്കും അച്ഛമ്മയ്ക്ക് ആപത്തൊന്നും വരുത്തല്ലേ. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കണേ എന്റെ ഭഗവതി. മുത്തശ്ശിയും വർഷാനും ഇനി സംസാരിക്കില്ല അങ്കിളെ. സംസാരിക്കുമല്ലോ. മുത്തശ്ശി മോൾക്ക് ഇനിയും കുറെ കഥകൾ പറഞ്ഞുതരും. മാനത്തെ കൊട്ടാ